പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഇന്ന് ഒക്ടോബർ 3 വെള്ളിയാഴ്ച വന്നിട്ടുള്ള ചന്ദ്രിക ദിനപത്രത്തിൽ നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു ലേഖനമുണ്ട്. ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ്. ഗസയുടെ കണ്ണീരൊപ്പാൻ മാനവികതയുടെ കപ്പൽപ്പട എന്ന തലക്കെട്ടിൽ പ്രിയപ്പെട്ട തങ്ങൾ എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ്. ഞാൻ ആ ലേഖനത്തിലേക്ക് കടക്കുകയാണ്. ചരിത്രത്തിലെ ചില യാത്രകൾ കേവലം ദൂരങ്ങൾ താണ്ടലല്ല, മറിച്ച് ലോക മനസ്സാക്ഷിയെ തൊട്ടുണർത്താനുള്ള ഇതിഹാസപരമായ ദൗത്യങ്ങളാണ്. ബാഴ്സലോണയുടെ തീരത്തു നിന്ന് ഗസ ലക്ഷ്യമാക്കി പുറപ്പെട്ട സുമൂദ് ഫ്ലോട്ടില്ല എന്ന കപ്പൽക്കൂട്ടം അത്തരമൊരു ദൗത്യമാണ് ഏറ്റെടുത്തത്. ബാഴ്സലോണയുടെ തീരത്ത് നിന്നാരംഭിച്ച് ഇളകിമറിയുന്ന കടലുകളെ വകഞ്ഞു മാറ്റി സുമൂദ് ഫ്ലോട്ടില്ല ഗസ തീരത്തിനടുത്തുവരെ എത്തിയിരുന്നു. എന്നാൽ ഉപരോധത്തിൽ ശ്വാസം മുട്ടുന്ന ഒരു ജനതയ്ക്ക് ഭക്ഷണപൊതികളും അതിലേറെ മാനവികതയുടെ സന്ദേശവുമായി എത്തിയ 40-ലധികം സിവിലിയൻ ബോട്ടുകളെ നേരിടാൻ ഇസ്രായേൽ ഭീകര ഭരണകൂടം അയച്ചത് ആധുനിക യുദ്ധക്കപ്പലുകളെയാണ്. ഇതൊരു പുതിയ സംഭവമല്ല. വർഷങ്ങളായി തുടരുന്ന ഗസ ഉപരോധത്തിൻ്റെ ഭീകരത ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടാൻ ശ്രമിച്ച സമാധാനപരമായ എല്ലാ ശ്രമങ്ങളെയും ഇസ്രായേൽ സൈനികമായി തന്നെയാണ് നേരിട്ടിട്ടുള്ളത്. ബോംബുകൾ വർഷിച്ചും വെടിയുതിർത്തും ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാമെന്ന് കരുതുന്ന ഒരു ഭരണകൂടത്തിൻ്റെ മുന്നിലേക്ക് സ്നേഹവും സമാധാനവും മാത്രം ആയുധമാക്കി ഒരു പറ്റം സാധാരണക്കാർ നടത്തുന്ന ചെറുത്തുനിൽപ്പിൻ്റെ ഉദാത്ത മാതൃകയാണ് ഈ ഫ്ലോട്ടില. ഇസ്രായേൽ ഭരണകൂടം ബോംബെറിഞ്ഞ് ഭയപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ മാനവ സ്നേഹം കൊണ്ട് ഞെട്ടിക്കുകയാണ് ലോക സമൂഹം. ബോംബുകൾ വർഷിക്കുന്ന ഗസയുടെ ആകാശത്തിന് കീഴിൽ കഴിയുന്നവരുടെ പട്ടിണി മാറ്റാനുള്ളത് ആ ബോട്ടിലുണ്ടായില്ല. എന്നാൽ ലോകത്തെ ചിന്തിക്കുന്ന മനുഷ്യർ ഗസയുടെ വേദനക്കൊപ്പമുണ്ടെന്നതിൻ്റെ പ്രഖ്യാപനമാണത്. നിങ്ങൾ ഒറ്റക്കല്ലെന്നും ലോകത്തെ ചിന്തിക്കുന്ന സ്നേഹിക്കുന്ന മനുഷ്യർ നിങ്ങളുടെ വേദനക്കൊപ്പമുണ്ടെന്നുമുള്ള ഉറച്ച പ്രഖ്യാപനമാണത്. ഇസ്രായേലിൻ്റെ ഭീഷണികളെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനങ്ങളെയും ഭേദിച്ച് അവർ മുന്നോട്ട് കുതിക്കുന്നത് മാനുഷികതയുടെ പതാകയേന്തിയാണ്. ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ സാധാരണ പൗരന്മാർ നിശ്ചയദാർഢ്യവുമായി കടലിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ഭീഷണി വകവെക്കാതെ സ്വന്തം ജീവൻ പോലും ത്രാസിൽ വെച്ച് ഈ കാലഘട്ടത്തിലെ മഹത്തായ ദൗത്യം പൂർത്തീകരിക്കുന്നു. സുമൂദ് ഫ്ലോട്ടില്ല ഗസ തീരം തൊടുന്നത് തടയാൻ ഇസ്രായേൽ ഭരണകൂടത്തിന് സാധിച്ചേക്കാം. പക്ഷേ മാനവികതയുടെ ആ കപ്പൽപ്പട ഇതിനകം തന്നെ ലോകത്തെ മനുഷ്യഹൃദയങ്ങളെ തൊട്ടുകഴിഞ്ഞിട്ടുണ്ട്. ഒരു ഭരണകൂടത്തിന് അതിൻ്റെ അതിർത്തികൾ അടച്ചുപൂട്ടാനാവും, പക്ഷേ ലോകമെമ്പാടും ഉയരുന്ന മനുഷ്യ സ്നേഹത്തിൻ്റെ അലകളെ തടഞ്ഞു നിർത്താനാവില്ല. ഇനി ചെയ്യാനുള്ളത് ഭരണകൂടങ്ങൾക്കാണ്, ലോക നേതാക്കൾക്കാണ്. സാധാരണ പൗരന്മാർക്ക് ചെയ്യാൻ കഴിയുന്നതിന് പരിധിയുണ്ട്. അവർക്ക് ലോകത്തിൻ്റെ ശ്രദ്ധ ക്ഷണിക്കാം, അനീതിക്കെതിരെ ശബ്ദമുയർത്താം, പ്രതീകാത്മകമായ മുന്നേറ്റങ്ങൾ നടത്താം. എന്നാൽ യഥാർത്ഥ മാറ്റം കൊണ്ടുവരേണ്ടത് ഭരണകൂടങ്ങളും ലോക നേതാക്കളുമാണ്. ഗസയിൽ വീണ്ടും സമാധാനം പുലരാൻ, ഫലസ്തീൻ രാഷ്ട്രം സാധ്യമാകാൻ, ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കാൻ അവർ രംഗത്തിറങ്ങണം. ഈ സാഹചര്യത്തിൽ നിസ്സംഗത വെടിഞ്ഞ് ഇടപെടാൻ ലോക നേതാക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഗസയിൽ സമാധാനം പുലരാനും അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ പുനഃസ്ഥാപിക്കാനും സ്വതന്ത്ര ഫലസ്തീൻ എന്ന ജനതയുടെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാക്കാനും ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കാൻ ശക്തമായ നയതന്ത്ര സമ്മർദ്ദം ചെലുത്തേണ്ടത് അനിവാര്യമാണ്. ഗസ ഇന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾ പ്രകൃതി ദുരന്തത്തിൻ്റെ ഫലമല്ല, മറിച്ച് മനുഷ്യനിർമ്മിതമായ
ഉപരോധത്തിൻ്റെ ഫലമാണ്. പതിറ്റാണ്ടുകളായി തുടരുന്ന ഇസ്രായേലിൻ്റെ അനധികൃത അധിനിവേശത്തിൻ്റെയും കുടിയേറ്റത്തിൻ്റെയും ഇരകളാണ് അവിടുത്തെ ജനത. ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ അഹിംസാവാദിയായ മഹാത്മാഗാന്ധിയുടെ വാക്കുകൾക്ക് എന്നത്തേക്കാളുമേറെ പ്രസക്തിയുണ്ട്. ഫലസ്തീൻ വിഷയത്തിൽ അദ്ദേഹം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വ്യക്തമാക്കിയ നിലപാട് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇംഗ്ലണ്ട് ഇംഗ്ലീഷുകാരുടേതെന്ന പോലെ, ഫ്രാൻസ് ഫ്രഞ്ചുകാരുടേതെന്ന പോലെ ഫലസ്തീൻ അറബികളുടേതാണ്. ഒരു ജനതയുടെ സ്വയം നിർണയാവകാശത്തെയും പരമാധികാരത്തെയും ഇതിലും ലളിതവും ശക്തവുമായി നിർവചിക്കാനാവില്ല. ഗാന്ധിജിയുടെ ഈ വാക്കുകൾ കേവലം ഒരു പ്രസ്താവനയായിരുന്നില്ല, മറിച്ച് സാമ്രാജ്യത്വത്തിനും അധിനിവേശത്തിനും എതിരായുള്ള അദ്ദേഹത്തിൻ്റെ ധാർമ്മികമായ നിലപാടിൻ്റെ പ്രതിഫലനമായിരുന്നു. ഇന്നത്തെ ലോകത്ത് ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ നാം മുറുകെ പിടിക്കേണ്ടതും ഈ ഗാന്ധിയൻ ദർശനമാണ്. സുമൂദ് ഫ്ലോട്ടില പോലുള്ള ശ്രമങ്ങൾ ഗാന്ധിജി വിഭാവനം ചെയ്ത അഹിംസാത്മകമായ ചെറുത്തുനിൽപ്പിൻ്റെ സമകാലിക രൂപങ്ങളാണ്. ആയുധങ്ങളോടുള്ള മറുപടി സ്നേഹം കൊണ്ടും വെറുപ്പിനോടുള്ള മറുപടി സമാധാനം കൊണ്ടും നൽകുന്ന ഈ മുന്നേറ്റങ്ങൾ ഒരു നാൾ വിജയിക്കുക തന്നെ ചെയ്യും. കാരണം ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് അനീതിയുടെ കോട്ടകൾ എത്ര വലുതാണെങ്കിലും മനുഷ്യത്വത്തിൻ്റെ നിഷേധാർത്ഥത്തിനു മുന്നിൽ അവ തകർന്നു വീഴുമെന്നാണ്. ഫലസ്തീനായി നമുക്ക് പ്രാർത്ഥിക്കാം, അവരുടെ ചെറുത്തുനിൽപ്പിനെ നിരുപാധികം പിന്തുണക്കാം. ഉപരോധത്തിൽ ശ്വാസം മുട്ടുന്ന ഒരു ജനതയ്ക്ക് ഭക്ഷണപ്പൊതികളും അതിലേറെ മാനവികതയുടെ സന്ദേശവുമായി എത്തിയ 40-ലധികം സിവിലിയൻ ബോട്ടുകളെ നേരിടാൻ ഇസ്രായേൽ ഭീകര ഭരണകൂടം അയച്ചത് ആധുനിക യുദ്ധക്കപ്പലുകളെയാണ്. ബോംബുകൾ വർഷിച്ചും വെടിയുതിർത്തും ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാമെന്ന് കരുതുന്ന ഒരു ഭരണകൂടത്തിൻ്റെ മുന്നിലേക്ക് സ്നേഹവും സമാധാനവും മാത്രം ആയുധമാക്കി ഒരു പറ്റം സാധാരണക്കാർ നടത്തുന്ന ചെറുത്തുനിൽപ്പിൻ്റെ ഉദാത്ത മാതൃകയാണ് ഫ്ലോട്ടില്ല. കൃത്യമായി തന്നെ പ്രിയങ്കരനായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്നത്തെ ചന്ദ്രികയിൽ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ പ്രിയപ്പെട്ട തങ്ങൾ കൃത്യമായി തന്നെ ഫലസ്തീൻ്റെ ഈ വിഷയം ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമായി കണക്കാക്കുകയാണ്. പ്രിയപ്പെട്ട തങ്ങൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ ഫലസ്തീൻ മക്കൾ അവർ സന്തോഷത്തിൻ്റെ നാളുകൾക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അവർക്ക് സന്തോഷത്തിൻ്റെ നാളുകൾ എത്രയും പെട്ടെന്ന് എത്തട്ടെ. അവരുടെ ദുഃഖങ്ങളൊക്കെ മാറി സ്വന്തം രാജ്യത്ത് സന്തോഷത്തോടെ ജീവിക്കാനുള്ള അവസരം അവർക്കുണ്ടാവട്ടെ. അതിന് അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.